സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 മെയ് മാസത്തിൽ ആന്ധ്രാപ്രദേശിലെ പ്രകാശം എന്ന് പറയുന്ന ജില്ലയിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. ഈ സംഭവം നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ മലയാളികളെല്ലാം പെട്ടെന്ന് ചിന്തിക്കുന്നത് 1984 നടന്ന ഒരു സംഭവമാണ്. ചാക്കോ എന്ന് പറയുന്ന ഫിലിം റെപ്രസെൻറ്റേറ്റീവിനെ കൊലപ്പെടുത്തിയതിന് ശേഷം ഇന്നും കാണാമറിയത്ത് ജീവിക്കുന്ന സുകുമാരക്കുറുപ്പിനെ പറ്റിയായിരിക്കും നമ്മൾ ഓർമ്മിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഒരു സംഭവമാണ് ആന്ധ്രാപ്രദേശിലെ ഈ പ്രകാശത്തും നടന്നത്. രാധ എന്ന് പറയുന്ന പെൺകുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മകളാണ്. അതിസുന്ദരിയാണ്, പഠിക്കാൻ നല്ല മിടുക്കിയാണ്. അതുകൊണ്ട് തന്നെ രാധയുടെ ആഗ്രഹം ഒരു IT കമ്പനിയിൽ ജോലി നേടണം, ഹൈദരാബാദിൽ പോയി ഒന്ന് കറങ്ങി അടിച്ചു പൊളിക്കണം എന്നുള്ളത് തന്നെയാണ്. അതിൻ പ്രകാരം രാധ നല്ല രീതിയിൽ പഠിച്ചു. രാധ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ജോലിയും കിട്ടിയ IT കമ്പനിയിൽ രാധ ഒരു ഫ്ലാറ്റൊക്കെ വാടകയ്ക്കെടുത്ത് അവിടെ താമസം തുടങ്ങി. അച്ഛനും അമ്മയും ഇടയ്ക്കിടയ്ക്കൊക്കെ എങ്ങോട്ട് പോകും. അതുപോലെ തന്നെ മകളി ലീവ് കിട്ടിക്കഴിഞ്ഞാൽ പ്രകാശത്തേക്കും വരും എന്നുള്ളതാണ്. 25 വയസ്സായപ്പോഴേ അച്ഛനും അമ്മയും പറഞ്ഞു, മോളെ ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ, ഞങ്ങൾക്കും ഉണ്ടാവില്ലേ ആഗ്രഹം ഒരു പേരക്കുട്ടിയെടുത്ത് താലോലിക്കാനൊക്കെ എന്ന് അച്ഛനും അമ്മയും പറഞ്ഞപ്പോൾ മകള് പറഞ്ഞു, അച്ഛാ ഒരു കാര്യമുണ്ട്, ഹൈദരാബാദിൽ തന്നെ ജോലിയുള്ള ഏതെങ്കിലും ഒരു യുവാവ് മതി, അല്ലാതെ വേറെ മാഷന്മാരോ അല്ലെങ്കിൽ ഡോക്ടർമാരോ ഇങ്ങനെയുള്ള ഒരാൾ പോലും വേണ്ട എന്ന് പറഞ്ഞു. അതുമാത്രമല്ല IT കമ്പനിയിൽ തന്നെ ജോലി ഉണ്ടാകണം, അപ്പോൾ മാത്രമേ നമ്മൾ തമ്മിലുള്ള ദാമ്പത്യം സുഖകരമാകൂ എന്നാണ് മകൾ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ജോലി അങ്ങനെയാണല്ലോ. ഏതായാലും ബ്രോക്കറോട് അച്ഛൻ പറഞ്ഞു, ഇങ്ങനെയൊരു സംഭവമുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ എന്ന് പറഞ്ഞപ്പോൾ ബ്രോക്കർ പറഞ്ഞു, ഒരു പയ്യനുണ്ട്, മോഹൻ റെഡ്ഡി എന്നാണ് പേര്, നല്ല സാമ്പത്തികമുണ്ട്, IT കമ്പനിയിൽ മാനേജറാണ്, അദ്ദേഹവും ഒരു IT പ്രൊഫഷണലുള്ള ഒരു പെണ്ണിനെയാണ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേ രാധയുടെ അച്ഛനും അതുപോലെ തന്നെ ഈ മോഹൻ്റെ അച്ഛനുമായിട്ട് സംസാരിച്ചു. അങ്ങനെ പെണ്ണൊക്കെ കണ്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സ്ത്രീധനമൊക്കെ എന്ന് പറഞ്ഞാൽ വമ്പ സ്ത്രീധനമാണ് കൊടുത്തത്, ഇഷ്ടംപോലെ സ്ത്രീധനം കൊടുത്തു. കാരണം ഒറ്റ മോളല്ലേ ഉള്ളൂ, ഉള്ളത് തെച്ചു അവൾക്ക് തന്നെയല്ലേ. വളരെ സന്തോഷത്തോടു കൂടി കല്യാണം നടന്നു. ആർഭാടപരമായിട്ടാണ് കല്യാണം. വിരുന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മകളും മകളുടെ ഭർത്താവും കൂടി നേരെ ഹൈദരാബാദിലേക്ക് പോവുകയും അവിടെ ഒരു ഫ്ലാറ്റൊക്കെ എടുത്ത് താമസം ആരംഭിച്ചു. 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. വളരെ സന്തോഷകരമായ ജീവിതം. അച്ഛനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് അവിടെ വീട്ടിലൊക്കെ പോയി താമസിക്കും, പേരക്കുട്ടിയെ കൊഞ്ചിക്കും. അത് കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു. അപ്പോഴാണ് മോഹൻ റെഡ്ഡിയും അതുപോലെ രാധാ റെഡ്ഡിയും പറയുന്നത്, ഇനി നമുക്ക് വാടക വീട്ടിൽ താമസിച്ചാൽ ശരിയാവില്ല, 2 മക്കളായി, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കണമെന്ന് പറയുകയും 2 പേരുടെയും സമ്പാദ്യം മുഴുവൻ എടുത്തു, സ്വർണം മുഴുവൻ വിറ്റു. അതുപോലെ സ്ത്രീധനം കിട്ടിയ എല്ലാ പൈസയും എല്ലാ സംഭവവും കൂടി ചുറ്റിയും കാര്യങ്ങളൊക്കെ പിടിച്ച പൈസയൊക്കെ കൂടിയിട്ട് 50 ലക്ഷം രൂപ റെഡിയാക്കി അവർ ബാങ്കിലിട്ടിരിക്കുകയാണ്. കാരണം ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം എടുക്കണം, അവർക്ക് സാധിക്കുന്നൊരു വീട് കിട്ടിയാൽ അതിനു വേണ്ടിയിട്ട് അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് രാധാ റെഡ്ഡിയുടെ കളിക്കൂട്ടുകാരൻ ഹൈദരാബാദിലെത്തുന്നത്. കളിക്കൂട്ടുകാരെന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് ഒരു ബെഞ്ചിൽ അടിച്ച് പൊളിച്ച് ജീവിച്ച് കളിച്ച ഒരു പയ്യൻ. അവർ 2 പേരും ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. അവൻ അവിടെ എത്തി. അവൻ പറഞ്ഞു, രാധേ ഞാൻ ഒരുപാട് നാളായി ഇവിടെ കറങ്ങി നടക്കുന്നു, ബാംഗ്ലൂരിൽ അതുപോലെ പൂനെയിലൊക്കെ കറങ്ങി നടന്നു, ഇവിടെയും ജോലി കിട്ടിയിട്ടില്ല, ഇനി ഇവിടെയാണ് നോക്കുന്നത് എന്ന് പറയുകയും അങ്ങനെ രാധാ റെഡ്ഡി മോഹൻ റെഡ്ഡിയെ പരിചയപ്പെടുത്തി, ഇതാണ് എൻ്റെ കൂട്ടുകാരൻ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, ബാല്യകാല സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞ് മോഹനും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സംശയമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏതായാലും മോഹൻ്റെയും കൂടി ശ്രമഫലമായിട്ട് അദ്ദേഹത്തിനും ഒരു IT കമ്പനിയിൽ ജോലി കിട്ടുകയാണ്. അദ്ദേഹം ആ IT കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഒരു 2019-20 ഒക്കെ ആകുമ്പോഴും മൊത്തത്തിലൊരു ക്രൈസിസ് വരികയാണ്. IT കമ്പനിയിൽ നിന്ന് ഒരുപാട് പേരെ പിരിച്ചുവിടുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെയും ജോലി പോയി കഴിഞ്ഞതിന് ശേഷം മോഹൻ്റെ വീട്ടിൽ വന്ന് അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കും. രാധക്കും കുഴപ്പമൊന്നുമില്ല, മോഹനും കുഴപ്പമില്ല. മോഹനം പറഞ്ഞു, നീ ഭക്ഷണം ഇവിടുന്ന് കഴിച്ചോളൂ, ജോലിയില്ലാത്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഇവർ 2 പേരും സഹായിച്ചു എന്നുള്ളതാണ്. 2022 കൂടിയിട്ട് ഈ കാശി റെഡ്ഡി എന്ന് പറയുന്ന ബാല്യകാല സുഹൃത്ത് പറയുകയാണ്, ഇനി ഞാൻ ജോലി ചെയ്യുന്നില്ല, ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനി സ്ഥാപിക്കാൻ പോവുകയാണ്. അപ്പോൾ പൈസ കൂട്ടുകാരൊക്കെ കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 1 കോടി 1.5 കോടി രൂപയോളം വേണം എന്നാണ് ഈ കാശി റെഡ്ഡി പറഞ്ഞത്. അതിന് പ്രകാരം കാശി റെഡ്ഡി ഒരു സ്ഥലമൊക്കെ റെഡിയാക്കി അവർ പണിയൊക്കെ ആരംഭിച്ചു. പക്ഷേ അപ്പോഴാണ് കാശി റെഡ്ഡിക്ക് പൈസക്ക് പിന്നെയും ഷോർട്ടാണ്. 50 ലക്ഷം രൂപയും കൂടി വേണം. 50 ലക്ഷം രൂപ മോഹൻ്റെ കയ്യിലുണ്ടെന്ന് കാശിക്കറിയാം.
പലപ്പോഴും സംസാരിക്കുമ്പോഴേ കാശി കേട്ടിട്ടുണ്ട് വീട് വാങ്ങിക്കാൻ വെച്ച പൈസ കയ്യിലുണ്ടെന്ന്. അങ്ങനെ മോഹനുമായിട്ട് ബന്ധപ്പെടുന്നു. മോഹനും രാധയും കൂടി ആലോചിക്കുന്നു. അവരോട് പറയുന്നു, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരാം, എന്തിനാണ് ബാങ്കിൽ വെക്കുന്നത്, നിങ്ങൾക്കിതിൻ്റെ ലാഭം കിട്ടൂലേ മാസം. അങ്ങനെ 50 ലക്ഷം രൂപയാണ് കാശി റെഡിക്ക് കൊടുക്കുന്നത്. കാശി റെഡി അതും കൊണ്ടുപോയി 5 മാസം കൃത്യമായിട്ട് അവർക്ക് പൈസ ലാഭവിഹിതമൊക്കെ കൊടുത്തു. വളരെയധികം സന്തോഷമായി. അപ്പോൾ പിന്നെ മോഹൻ റെഡ്ഡി പറഞ്ഞു, നീ ഒരു 10 മാസം കഴിഞ്ഞിട്ട് എന്നാലും കുഴപ്പമില്ല എന്നുള്ള തരത്തിൽ അവർ രണ്ടുപേരും വളരെ സന്തോഷകരമായി ഇരിക്കുമ്പോൾ 6ാമത്തെ മാസം മുതൽ കാശി റെഡിയുമില്ല, പൈസയുമില്ല. അതായത് അവർ മുങ്ങിയിരിക്കുന്നു. എവിടെ പോയി എങ്ങനെ പോയി എന്നൊന്നും അറിയില്ല. അപ്പോഴാണ് അറിയുന്നത് ഈ കമ്പനി ഭീമമായ നഷ്ടത്തിലാണ്, കടം കയറിയിട്ടാണ് കാശി റെഡി മുങ്ങിയത് എന്ന്. 50 ലക്ഷം രൂപയാണ് പോയത്. അതോടുകൂടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ വിള്ളലുകൾ വരാൻ തുടങ്ങി. ഇവരുടെ വീട്ടിലെ സമാധാനം പോയി. മോഹൻ റെഡ്ഡി പറഞ്ഞു, നീ കാരണമാണ് ഈ പൈസ പോയത്, നീയല്ലേ പറഞ്ഞത് ബാല്യകാല സുഹൃത്താണ്, ചതിക്കില്ല എന്നൊക്കെ. ഇപ്പോൾ പൈസ പോയില്ലേ, ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ വീടെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ജീവിതത്തിൽ തന്നെ വലിയ പ്രശ്നമാവുകയാണ്. ഇവരുടെ ജോലിയെ ബാധിച്ചു. മേലുദ്യോഗസ്ഥന്മാർ ഇവരെ നല്ല രീതിയിൽ വഴക്ക് പറയാൻ തുടങ്ങി. ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത സ്ഥിതിയായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ രാധ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, ഇനി ഒരു മാസം കഴിഞ്ഞേ വരുള്ളൂ, എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ മോഹൻ റെഡ്ഡി പറഞ്ഞു, കുട്ടികളെയും കൂട്ടിക്കോളൂ, ഒറ്റയ്ക്ക് പോകണ്ട, ഒരു മാസം കഴിഞ്ഞ് ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് വന്നോളാം എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ വീട്ടിൽ പോയി കഴിഞ്ഞ ശേഷം അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛനും വലിയ വിഷമമായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉച്ചയോട് കൂടിയിട്ടൊരു ഫോൺ വരികയാണ്. ഞാനാണ് കാശി റെഡ്ഡി, പൈസ ഇവിടെ റെഡിയായിട്ടുണ്ട്, ഞാൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഇവിടത്തേക്ക് വരണം എന്നാണ് കാശി റെഡ്ഡിയുടെ ഒരു മെസ്സേജ്. കാരണം രാധ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, മോളെ ഒറ്റയ്ക്ക് പോകണോ? രാധ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല അച്ഛാ, എനിക്ക് അറിയുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മകള് ഒറ്റയ്ക്കാണ് അങ്ങോട്ട് പോകുന്നത്. മക്കൾ രണ്ടുപേരും വീട്ടിലുമാണ്. ഏതായാലും 3 മണിയോട് കൂടിയിട്ടാണ് മകള് ഈ കാശി റെഡ്ഡിയുടെ അടുത്തേക്ക് പോകുന്നത്. പിന്നെ മകള് 7 മണിയായി, 8 മണിയായി, 9 മണിയായി, 10 മണിയായിട്ട് മകള് തിരിച്ചു വന്നില്ല എന്നുള്ളതാണ്. ഏതായാലും 10 മണിയോട് കൂടിയിട്ട് മോഹൻ റെഡ്ഡിയെ വിവരം അറിയിക്കുന്നു. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നു. മോഹൻ റെഡ്ഡിയെ വിവരം അറിയിപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ മകൾ എന്നെ ചതിച്ചു, 50 ലക്ഷവും കാമുകനുമായിട്ട് അവൾ മുങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ മോഹൻ പറയുകയും ഞാൻ നാളെ രാവിലെ അവിടെ എത്തുമെന്നാണ് മോഹൻ പറഞ്ഞത്. പോലീസുകാർ ഏതായാലും നമ്പറൊക്കെ വാങ്ങിച്ച് അന്വേഷണം ആരംഭിച്ചു. സൈബർ സെല്ലിന് നമ്പർ കൊടുത്തു. നമ്പർ കൊടുത്തപ്പോഴാണ് പറഞ്ഞത് ഈ നമ്പർ ഹൈവേ സൈഡിലുള്ള ഒരു സ്ഥലത്ത് അവിടെയാണ് സ്റ്റോപ്പായിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ആ ഒരു സൈഡിലേക്ക് പോലീസ് പോയപ്പോൾ അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിരിക്കുകയാണ്. പോലീസുകാർ ചോദിച്ചു, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ത്രീ ആക്സിഡൻ്റ് ആയിട്ടുണ്ടെന്ന് പറയുകയും പോലീസുകാർ ചെന്ന് നോക്കുമ്പോൾ ഏകദേശം രാധയുടെ അതേ പ്രായമുള്ള ഒരു ബോഡിയാണ് കിടക്കുന്നത്. അപ്പോൾ തന്നെ പോലീസുകാർ രാധയുടെ അച്ഛനെ വിളിക്കുന്നു. അച്ഛൻ ഓടി വന്ന് ബോഡി തിരിച്ചറിയുകയാണ്. ഏതായാലും ആക്സിഡൻറ്റിലാണ് രാധ മരിച്ചത്. എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അറിയില്ലായിരുന്നു. അങ്ങനെ ബോഡി ഇൻക്വസ്റ്റൊക്കെ നടത്തി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. നാളെ രാവിലെ മാത്രമേ ഇനി വിട്ട് കിട്ടത്തുള്ളൂ. രാവിലെ മോഹൻ റെഡ്ഡി വന്നു. ആശുപത്രിയിലേക്ക് എല്ലാവരും പോയി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി ഏറ്റുവാങ്ങി. ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമ്പോഴാണ് പോലീസിനൊരു കാര്യം മനസ്സിലാകുന്നത്. ഇത് കൊലപാതകമാണ്. അതായത് ആരോ കഴുത്തും ഞെരിച്ച് കൊന്നതിന് ശേഷമാണ് വലിച്ചെറിഞ്ഞതാണ് റോഡിലേക്ക്. അങ്ങനെയാണ് വണ്ടി കയറിയിരിക്കുന്നത് എന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ തന്നെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. അവസാനം വിളിച്ച ആ നമ്പർ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. അതായത് കാശി റെഡ്ഡിയാണ് കൊലപ്പെടുത്തിയതെന്ന് ഏകദേശം മനസ്സിലായി. മോഹൻ റെഡ്ഡിയും അത് തന്നെയാണ് പറയുന്നത്. 50 ലക്ഷം രൂപയുമായി മുങ്ങിയ കാര്യവും അതുപോലെ അച്ഛൻ പറഞ്ഞു കാശി റെഡ്ഡിയാണ് നേരത്തെ ഫോൺ ചെയ്ത് പറഞ്ഞത് പൈസ തരാം ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് കാശി റെഡ്ഡിയാണ് മകളെ വിളിച്ചു കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞപ്പോഴേ പോലീസിന് പിന്നെ ഒന്നും നോക്കാനില്ല, ഇനി കാശി റെഡ്ഡിയെ കണ്ടുപിടിക്കുക. സൈബർ സെല്ലിന് ആ നമ്പർ കൊടുക്കുന്നു. സൈബർ സെല്ല് പറയുകയാണ് ഈ നമ്പർ രാധയുടെ വീടിനടുത്ത് തന്നെയാണ് ഉള്ളത്, എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും ആ നമ്പർ കണ്ടുപിടിച്ചപ്പോഴാണ് പോലീസ് മറ്റൊരു ട്വിസ്റ്റിലേക്ക് കടന്നത്. ആ നമ്പർ ഇവരുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു കച്ചവടക്കാരൻ്റേതാണ്. അദ്ദേഹം അവിടെ ജ്യൂസ് കച്ചവടം നടത്തുകയാണ്. അദ്ദേഹത്തെ പോയി ചോദ്യം ചെയ്തു പോലീസ്. നീ ഇതുപോലെ രാധയെ വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറേ എനിക്ക് രാധയെയും അറിയാം അതുപോലെ മോഹനെയും അറിയാം. രണ്ടുപേരും ഇവിടെ ലീവിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ജ്യൂസൊക്കെ കുടിച്ച് എന്നോട് സംസാരിക്കുന്നവരാണ്. മോഹനൻ ഉച്ചയോടുകൂടി ഇവിടെ വന്നിരുന്നു. ഒരു റെഡ് കാറിലാണ് വന്നത്. അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞ് എൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടു പോയി, ഒരു കോൾ വിളിക്കാൻ മൊബൈൽ തരുമെന്ന് പറയുകയും അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് മൊബൈൽ തിരിച്ചു കൊണ്ട് തന്നത്. ആരെയാണ് വിളിച്ചത് എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല എന്ന്. അപ്പോഴാണ് പോലീസിന് മനസ്സിലായത് കാശി റെഡ്ഡിയല്ല,
അതായത് മോഹൻ റെഡ്ഡി തന്നെയാണ്. മോഹൻ റെഡ്ഡി കളിച്ചിരിക്കുന്നത് ഒരു ഡ്രാമയാണ്. അതായത് ഭാര്യയെ കൊന്ന കാര്യം കാശി റെഡ്ഡിയുടെ തലയിൽ വെക്കേണ്ട ഒരു കഥയാണ് മെനഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കാശി റെഡ്ഡി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ കാശി റെഡ്ഡിയുടെ പുറകെ പോലീസ് പൊക്കോളും എന്നുള്ള തരത്തിലാണ് മോഹൻ റെഡ്ഡി ഈ കളിയൊക്കെ കളിച്ചത്. അങ്ങനെ പോലീസ് മോഹൻ റെഡ്ഡിയെ പോയി അറസ്റ്റ് ചെയ്യുന്നു. മോഹൻ റെഡ്ഡിയോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഭാര്യയെ ഇങ്ങനെ കൊല്ലുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈദരാബാദിൽ വെച്ച് തന്നെ ആകാമായിരുന്നില്ലേ? ഇതിപ്പോൾ നാട്ടിൽ നിങ്ങൾ തന്നെ പറഞ്ഞ് നാട്ടിലേക്ക് വിടുന്നു. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ പൈസ തരാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിക്കുന്നു. എന്നിട്ട് നിങ്ങൾ കൊലപ്പെടുത്തുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് 50 ലക്ഷം ഇനി കിട്ടാനേ പോകുന്നില്ല. അതായത് ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ കാശി റെഡ്ഡി എപ്പോഴെങ്കിലും വരും, ഞങ്ങളുടെ കാശ് തരുമെന്ന്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ആ വിശ്വാസവും പോയില്ലേ എന്ന് പോലീസ് ചോദിച്ചു. പോലീസ് ചോദിച്ചപ്പോഴേ ഈ മോഹൻ റെഡ്ഡി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ഇദ്ദേഹത്തിന് വേറെ എന്തോ ഒരു ഉദ്ദേശമുണ്ട്, അതുകൊണ്ടാണ് കൊലപ്പെടുത്തിയത് എന്ന്. അങ്ങനെ പോലീസിൻ്റെ മുറയിൽ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഈ മോഹൻ റെഡ്ഡി ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതായത് ഇദ്ദേഹത്തിൻ്റെ 50 ലക്ഷം രൂപ ഈ കാശി റെഡ്ഡി അടിച്ചു മാറ്റി കൊണ്ടുപോയി. അതിനുശേഷം ഇവരുടെ ജീവിതം വളരെയധികം ദുസ്സഹമായിരുന്നു, ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്ക് പോയി. ഏതായാലും ഇനി ഭാര്യയെ ഒഴിവാക്കാം എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഇദ്ദേഹം ചിന്തിച്ചത്. പക്ഷേ ആ ഒഴിവാക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അതൊരു ആക്സിഡൻ്റ് ആവുകയും കൂടി വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാധയുടെ പേരിൽ 1.5 കോടിയുടെ ഇൻഷുറൻസ് ഉണ്ട്. ഈ ഇൻഷുറൻസ് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ രാധയെ പൈസയുണ്ട് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയും ആ വിളിച്ചു വരുത്തിയിട്ട് കാറിലേക്ക് കയറ്റുകയാണ്. ഈ ചുവന്ന കാറിൽ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ. പക്ഷേ ഈ ചുവന്ന കാറ് കണ്ടപ്പോൾ ശരിക്കും രാധ ഞെട്ടിപ്പോയി. അതായത് അത് മോഹനായിരുന്നു. ഏതായാലും ഭർത്താവല്ലേ, നിങ്ങളെന്താ എന്നെ പറ്റിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് രാധ അതിൻ്റെ അകത്തേക്ക് കയറിയത്. ഹൈവേ സൈഡിലേക്ക് പോകുകയും ആരുമില്ലാത്ത സ്ഥലത്തെത്തിയിട്ടാണ് കഴുത്തിൽ കയറ് മുറുക്കി കൊലപ്പെടുത്തുകയുമായിരുന്നു. അതിനുശേഷം ഒരു ലോറിക്ക് മുന്നിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു എന്നാണ് മോഹൻ റെഡ്ഡി പറഞ്ഞത്. അതായത് 1.5 കോടിയുടെ ആ ഒരു ഇൻഷുറൻസ് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഏതായാലും പോലീസ് ഈ കേസ് കൃത്യമായി അന്വേഷിച്ച് പ്രതിയെയും കണ്ടുപിടിച്ചു. എന്നാലും ഇപ്പോഴും ഒരു ദുരൂഹ സാഹചര്യം തന്നെയാണ്. അതായത് കാശി റെഡ്ഡിയെ അതിൽ പിന്നെ ആരും കണ്ടിട്ടില്ല. അദ്ദേഹം എവിടെ? അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് മോഹൻ റെഡ്ഡി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ആ കേസ് കോടതിയിലാണ്. കോടതിയിൽ ഇപ്പോൾ കുറ്റപത്രമൊന്നും സമർപ്പിച്ചില്ല. ഇനി എന്തെങ്കിലും അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാളെ നുഴഞ്ഞു കയറാൻ അനുവദിക്കാതിരിക്കുക. അങ്ങനെ കയറിയാൽ തന്നെ അവർക്ക് പൈസ കൊടുക്കുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും നമ്മുടെ പൈസ നമ്മളെ അന്യർക്ക് കൊടുക്കരുത്. അതായത് നമ്മളോട് ഇപ്പോൾ ഒരാൾ പൈസ ചോദിക്കുന്നത് അവർക്ക് അത്രയും പ്രശ്നമുള്ളത് കൊണ്ടാണ്. ആ പ്രശ്നമുള്ള അവർക്ക് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും തിരിച്ചു തരാൻ കഴിയില്ല. നമുക്കിനി അങ്ങനെ കൂടുതലുണ്ടെങ്കിൽ അവരെ സഹായിക്കാമെന്നല്ലാതെ ഒരിക്കലും കടം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പൈസ തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു 50 ലക്ഷം കൊടുത്തവർക്ക് അവർ ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെയാണ് ഈ 50 ലക്ഷം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ ജീവിതം തന്നെ പോയില്ലേ. ആ 2 മക്കൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടു. ഇന്ന് ആ 2 മക്കളും ഈ രാധാ റെഡ്ഡിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്, അച്ഛൻ ജയിലിലുമായി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അടിച്ചു പൊളിച്ച് സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.